എല്ലാവർക്കും നമസ്കാരം. കൗതുകം ലേശം കൂടുതലാണ്, എനിക്കും കുറച്ച് കൂടുതലാണ്. അപ്പോൾ കൗതുകം കുറച്ച് ലേശം കൂടുതലുള്ള ഒരാളെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ജയചന്ദ്രൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. നല്ല വിശേഷം, സന്തോഷം, സമാധാനം. ഓക്കെ, അപ്പോൾ കോമഡിയൊക്കെ ചെയ്ത് നമ്മളെല്ലാം ചിരിപ്പിക്കല്ലേ. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്? ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ അതാണ്. കുറച്ച് ബാക്കിൽ നിന്ന് പറയേണ്ടി വരും. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് മിമിക്രിയാണ് തുടങ്ങുന്നത്. മിമിക്രിയൊക്കെ ചെറുതിലെ മിമിക്രിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് ഈ മിമിക്രി ചെയ്യുന്നതിൻ്റെ ഒക്കെ നമ്മുടെ ലക്ഷ്യം എന്താണ്? സിനിമയിൽ അഭിനയിക്കുക. അതാണല്ലോ ലക്ഷ്യം. വേറെ ചിലർക്ക് അല്ലായിരിക്കും, എനിക്ക് അത് അഭിനയിക്കുക. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് കണ്ടപ്പോഴാണ് ഈ നാടകത്തിൽ നിന്നാണ് പലരും സിനിമയിലേക്ക് ആ കാലഘട്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്നത്. നാടകത്തിലുള്ളവർ സിനിമയിലെടുക്കും. അങ്ങനെ നാടകത്തിലായി ഒരു 10-20 വർഷത്തോളം നാടകത്തിൽ അഭിനയിച്ചു. കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്ക് ചില ചെറിയ ഗ്യാപ്പൊക്കെ എടുക്കും. അങ്ങനെ ഇരുന്ന ആ സമയത്ത് അങ്ങനെ നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഒരു ഏഷ്യാനെറ്റിൽ വന്നത്. അപ്പോൾ അതിൽ ഒരു 1.5 വർഷത്തോളം അത് ചെയ്തു. പിന്നെ അതിനെ കണ്ടിന്യൂ ചെയ്ത് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് ഇപ്പം അമൃതയിലെ കോമഡി മാസ്റ്റേഴ്സിൽ എത്തി നിൽക്കുന്നു. ഓക്കെ, അപ്പൊ നാടകമാണ് ലൈഫിലൊരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. കോമഡി, നമുക്ക് സ്റ്റേജ് ഷോയിലെ കോമഡി ഇല്ലേ, അതും നാടകവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ? പിന്നെ ഭയങ്കര വ്യത്യാസമല്ലേ. ഓക്കെ, ഏതാണ് കുറച്ചുകൂടി ചെയ്യാൻ ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ തന്നെയാണ് ബുദ്ധിമുട്ട്. ചിരിപ്പിക്കാൻ നാടകം എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ നമ്മൾ കുറേ ദിവസം റിഹേഴ്സൽ ചെയ്ത് കൃത്യമായി പഠിച്ച് ആ കൃത്യമായ സാധനം തന്നെയാണല്ലോ ഓരോ ദിവസം അവതരിപ്പിക്കുന്നത്. അതിൽ വ്യത്യാസമില്ല. കോമഡി അങ്ങനെയല്ലല്ലോ. കോമഡി നമ്മൾ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്ഡേഷൻ വേണം, അല്ലെങ്കിൽ ചിരിക്കൂല ആളുകൾ. അതായത് നമ്മൾ ഓർത്താൽ മതി, പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ അടൂർ ഭാസി, ബഹദൂർ പറഞ്ഞ അങ്ങനെ കാണിച്ച ആ കോമഡി ഇപ്പോൾ പോവില്ല. പോവില്ല. കണ്ടിട്ടുണ്ടോ അത്? സിനിമ വല്ലതും കാണുമോ? അപ്പോൾ പോവില്ല. അല്ലല്ല, അപ്പോൾ ഈ കോമഡി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു അപ്ഡേഷൻ വേണം കോമഡിക്ക്. അതായത് എന്താണ് നമ്മൾ ഈ കോമഡി ചെയ്യുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒരു കൊമേഡിയൻ, എനിക്കിപ്പോൾ ആക്ടിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. കോമഡി ആയിട്ട് ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോഴത്തേനും പറ്റാറില്ല, എന്നെക്കൊണ്ട് പറ്റാറില്ല. എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. എനിക്കത് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്താ അതിൽ ശ്രദ്ധിക്കേണ്ടത് കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്കത് എന്തൊക്കെയാണ്? കോമഡി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ആളുകൾ ചിരിക്കുന്നുണ്ടോ എന്നാണ്. ആളുകൾ ചിരിക്കുകയാണെങ്കിൽ അത് കോമഡി, ചിരിച്ചില്ലെങ്കിൽ അത് ചീഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. ഒരു ടിപ്പില്ല. അതായത് നമ്മൾ കോമഡിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ പറയുന്നത്. കൗണ്ടറാണ്. ഈ കൗണ്ടർ പറഞ്ഞ് ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. കൗണ്ടർ ചിലപ്പോൾ കൗണ്ടർ ഒരു മീറ്റർ കാണും, അതിനൊരു കൗണ്ടർ മീറ്റർ കാണും. ഈ മീറ്റർ പോയി കഴിഞ്ഞാൽ ആ കൗണ്ടർ ചിലപ്പോൾ ഏൽക്കൂല. ഏൽക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ചിരിക്കൂല ആളുകൾ. സ്ക്രിപ്റ്റ് സ്പോട്ടാണോ അതോ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ഓൾറെഡി നമ്മളിപ്പോൾ ഒരു സ്കിറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ആക്കുമല്ലോ. എങ്കിലും സ്പോട്ടഡ് ആയിട്ട് ചില ഇംപ്രവൈസേഷനുകൾ ഉണ്ടാവും. ഓക്കെ, അതായത് മറ്റുള്ളവർ ബൂസ്റ്റ് ആവുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഒരു ഡയലോഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിരിക്കാം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്രവൈസ് ചെയ്ത് അപ്പോഴും തന്നെ അതിനെ കൗണ്ടർ അടിക്കുന്നത്. എപ്പോഴെങ്കിലും സ്റ്റേജിൽ വെച്ചിട്ട് ഡയലോഗ് മറന്നു പോയിട്ടുണ്ടോ? ഇഷ്ടംപോലെ മറന്നു പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ എൻ്റെ പിന്നെ സജിൻ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കോംബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കവാറും ഇത് അപ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. 4 മിനിറ്റിനുള്ളിൽ ബമ്പർ ചിരി, 4-5 മിനിറ്റിനുള്ളിൽ അത് ചെയ്യണ്ടേ, ഇല്ലേ നമ്മളെ പട്ടിണിയാവൂലേ, പൈസ കിട്ടൂല്ലോ. അപ്പോൾ ചില സമയങ്ങളിൽ 1.5 മിനിറ്റ് ആകുമ്പം അവൻ ക്ലൈമാക്സ് പറയാൻ തുടങ്ങും. 1.5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിനെ കട്ട് ചെയ്തിട്ട് വീണ്ടും പിടിച്ച് കറക്കി തിരിച്ച് മറ്റേടത്തുകൊണ്ട് എത്തിക്കും. ചില ദിവസങ്ങളിൽ ഞാനായിരിക്കും, എൻ്റെ കയ്യിൽ നിന്നായിരിക്കും പോകണം, അടപടലോ അങ്ങ് പോകും. അവൻ തിരിച്ചു പിടിച്ച് അത് കറക്റ്റാ കൊണ്ടുപോകും. ഒരു കെമിസ്ട്രി ഉണ്ടാവും, ഒരു മാനസിക പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്കാവൂ. നമുക്കൊരു അളവുണ്ടല്ലോ. ഇപ്പോൾ ഒരു 14 കൗണ്ടർ അല്ലെങ്കിൽ 15 കൗണ്ടർ, ഒരു 5 മിനിറ്റ് എന്ന സ്ഥാനത്ത് ഒരു 14 കൗണ്ടർ വെച്ചാൽ അത് 5-6 മിനിറ്റ് പോകുമെന്നറിയാം. പിന്നെ വെറും അത് മാത്രമല്ലല്ലോ പറയുന്നത്, അതിൻ്റെ കൂടെ നമ്മൾ പൊടിപ്പും തൊങ്ങിലും എന്തെങ്കിലുമൊക്കെ കയറ്റുമല്ലോ. ഇപ്പോൾ ചേട്ടനൊരു പ്രോഗ്രാം ഉണ്ടെന്ന്, ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് പോട്ടെ, ഇപ്പൊ അല്ലാണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെന്ന് നേരത്തെ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇന്ന സ്കിറ്റ് എന്നുള്ളത് നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പൊ ചേട്ടൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എനിക്ക് ഇന്ന് ഈ ക്യാരക്ടറാണ്, ഇല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഈ പറഞ്ഞ പോലെ അതിലൊരു ലേഡി പോലെ, അപ്പം മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്യോ, അങ്ങനെ നടക്കണം, ഇങ്ങനെ ചിരിക്കണം? ചെയ്യില്ല, അതൊന്നും ചെയ്യില്ല.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹോംവർക്ക് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ചിലർ ഇപ്പം സിനിമയിലായാലും ഒരു മരണ സീനാണ് മരണ വീട്ടിൽ പങ്കെടുക്കുന്ന ഒരു സീനാണെങ്കിൽ അവർ രാവിലെ ആറ്റിറ്റ്യൂഡ് പിടിച്ചിങ്ങനെ ഇരിക്കും, വിഷമിച്ച്. ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ചോദിച്ചു, ചന്ദ്ര മിണ്ടാത്തെന്ന് വെച്ചപ്പോൾ ഇന്ന് മറ്റേ സീനാണ്, മരണ സീനാണ്, അപ്പോൾ അതിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ചോദിച്ചു, ശരി, നീ ഈ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഡയറക്ടർ പറയണം നമുക്ക് ആ മരണ വീട് എടുക്കുന്നതിന് മുമ്പേ ഒരു കല്യാണ സീൻ എടുക്കാം, നിൻ്റെ കല്യാണം എടുക്കാമെന്ന് പറയുമ്പോൾ അവിടെ പോയി ഇതുപോലെ വിഷമിച്ചിരിക്കുമോ പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് പിടിച്ച്? ഇല്ല. നമുക്ക് അങ്ങനെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഭയങ്കര കഴിവുള്ളവരങ്ങനെ ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റൂല. എനിക്ക് റോളിംഗ് എന്ന് കേൾക്കുമ്പോൾ മാത്രമാണ്, അല്ലാതെ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാൻ ഒരിക്കലും അത് ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് സ്ക്രിപ്റ്റ് അയച്ചു നിങ്ങൾക്ക് ഇതിനകത്തൊരു എസ്ഐ വേഷമാണ് എന്നും പറഞ്ഞാൽ നമുക്ക് അയച്ചു തരും. അതുപോലെ നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇതെല്ലാം പഠിച്ച് അതിൻ്റെ ഡയലോഗൊക്കെ ആക്കി നമ്മൾ ആ മനസ്സിൽ ഇതാക്കി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഡയറക്ടർ പറയും ഞാൻ ഉദ്ദേശിക്കുന്ന എസ്ഐ ഇങ്ങനത്തെ എസ്ഐ അല്ല, ഈ മീറ്ററിലല്ല ഡയലോഗ് പറയേണ്ടത്, ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചതൊക്കെ പോയില്ലേ. പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഒരു ഡയറക്ടർ എന്ത് പറയുന്നു, ഇപ്പം നമ്മൾ ചോദിച്ചു വന്നത് സ്കിറ്റ് ഇതിൻ്റെ അങ്ങനെയുള്ള മുന്നൊരുക്കമൊന്നുമില്ല. പിന്നെ ഇപ്പം ഫീമെയിൽ വേഷം ചെയ്യുമ്പം അതങ്ങ് വരും, അങ്ങ് വരും, നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യം. അതെ, അങ്ങ് വരും. ഓക്കെ, ചേട്ടന് ഓൾറെഡി ഫിലിമിൽ എൻട്രി ചെയ്തൊരു വ്യക്തിയാണ്. ഓക്കെ, ഇപ്പം ഫിലിമിലേക്ക് കൂടുതൽ എന്താ ചാൻസുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഫിലിമും കോമഡി സ്റ്റേജ് ഷോവും തമ്മിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടാവും? സ്റ്റേജ് ഷോ എന്ന് ഉദ്ദേശിച്ച നാടകമാണോ അത് സ്കിറ്റുകളാണ്, കോമഡി? പിന്നെ അത് ഭയങ്കര വ്യത്യാസമല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് ചേട്ടന് പേഴ്സണലി തോന്നിയ മാറ്റങ്ങൾ? സിനിമയും ക്യാരക്ടർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഫിലിമില് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ സ്കിറ്റിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും തമ്മിൽ ചേട്ടന് പേഴ്സണലി തോന്നിയ വ്യത്യാസം എന്താണ്? സ്കിറ്റിൽ ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിനെ നമുക്ക് റീടേക്ക് എടുത്തൊന്നും തിരുത്താൻ പറ്റൂല. നമ്മളെ ഇന്ന് സംഭവിച്ചു പോയതാണ്, വീഴ്ച സംഭവിച്ചു പോയതാണ്, അത് അങ്ങനെ തന്നെ അങ്ങ് പോവുള്ളൂ. സമയം സിനിമയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റീടേക്ക് ചെയ്യാം, ആ ക്യാരക്ടറിന് ആപ്റ്റായ രീതിയിൽ നോക്കാം, നടക്കാം, ജസ്റ്റേഴ്സ്, നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ എങ്ങനെ വേണേലും എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റും. സ്കിറ്റിൽ അത് പറ്റൂലല്ലോ, നമ്മൾ കയറി അങ്ങോട്ട് എൻട്രി ലൈവല്ലേ, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങി അങ്ങ് പോവും, അത്ര തന്നെ. ബാക്കിയെല്ലാം നമ്മുടെ കൈകളിലാണ്, ദൈവാനുഗ്രഹമാണ്. ഇത് പൊളിയാൻ വിധി ഉണ്ടെങ്കിൽ പൊളിഞ്ഞിരിക്കും, രക്ഷപ്പെടാൻ വിധി ഉണ്ടെങ്കിൽ അത് രക്ഷപ്പെടും, നാട്ടുകാരെടുത്തിട്ട് പെരുമാറാൻ വിധി ഉണ്ടെങ്കിൽ അതും നടക്കും. ദൈവം സാധിച്ചു ഇതുവരെ കിട്ടിയിട്ടില്ല, അതിനുമുമ്പ് നമ്മൾ രക്ഷപ്പെടുമല്ലോ. ഓക്കെ, കുഞ്ഞുനാളിൽ മുതലേ ചേട്ടൻ നാടകത്തിൽ ചെയ്യാറുണ്ടോ? ഞാൻ ചെറുതിൽ നമ്മൾ എല്ലാവരെ പോലെ തന്നെ, ഞാൻ മാത്രമല്ലല്ലോ, ഈ അഭിനയ രംഗത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും സ്കൂൾ കാലഘട്ടം മുതലേ ഇതിനു വേണ്ടി ഒരു പ്രവർത്തനം തുടങ്ങും. ഞാനും അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഛായാമുഖിയൊക്കെ ചെയ്ത് പ്രശാന്ത് സാറില്ലേ, പ്രശാന്ത് നാരായൺ, പുള്ളിയുടെ കൂടെ നാടകം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തിയേറ്റർ ഡയറക്ടേഴ്സുമായിട്ട് നാടകം ചെയ്തു. പിന്നെ പ്രൊഫഷണൽ നാടകത്തിൽ ചെയ്തു, നല്ല നല്ല വേഷങ്ങൾ ചെയ്തു. അതൊക്കെ ഇത് എല്ലാം നമുക്ക് ഈ സിനിമയിൽ എത്തുക എന്നുള്ളതിൻ്റെ വഴിയായിരുന്നു അതെല്ലാം. ആ സമയത്ത് അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നോ നാടകത്തിനൊക്കെ? കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇതുകൊണ്ടാണല്ലോ ജീവിക്കുന്നത്. നമുക്ക് വേറൊരു പിന്നെ സൈഡ് ബിസിനസ്സോ അല്ല തൊഴിലോ അങ്ങനെയൊന്നും നമുക്കില്ല. നമ്മൾ ഇത് തന്നെയാണ് നമ്മുടെ അന്നം, ഇത് തന്നെയാണ് എല്ലാം കഴിയുന്നതും ജീവിക്കുന്നത് എല്ലാം ഇത് തന്നെയാണ്, ദൈവം ഇത് തന്നെ. അതെ. ഓക്കെ, ഇപ്പൊ ഫാമിലി സപ്പോർട്ട് ഉണ്ടോ? ഇപ്പോഴും ഫാമിലി സപ്പോർട്ട് ചെയ്യാതെ ഇതിന് പോയാൽ പിന്നെ അവള് വീട്ടിൽ കേട്ടു. അത് വേണ്ട ഫാമിലി സപ്പോർട്ട് അല്ലേ? ഫാമിലി സപ്പോർട്ട്, പിന്നെ സപ്പോർട്ട് ഇല്ലാതെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും നിലനിൽക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അവരെ സപ്പോർട്ട്. കാരണം ഇത് നമ്മൾ മെയിൻ തൊഴിലായിട്ട് സ്വീകരിക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം. ചിലപ്പോൾ നമുക്കൊരു 6 മാസം നമ്മൾ നല്ല ഹൈപ്പിൽ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞ് ഒരു 6 മാസം ചിലപ്പോൾ നമുക്ക് വർക്കൊന്നും കിട്ടൂലായിരിക്കും, ഒന്നുമില്ലാതെ വരും. ആ സമയത്ത് നമ്മൾ അതിനെ അതിജീവിച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കയറുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ കലാകാരന്മാരുടെയും ജീവിതവും, ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ചിലർ ഭയങ്കര ഇതിൽ പോകുന്നുണ്ട്. അവർ വലിയ ആളുകളുടെ കാര്യമല്ല ഞാൻ പറയണത്, എന്നെപ്പോലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളൊന്നും ഭയങ്കര റേഞ്ചിലെത്തിയവരല്ല. നമ്മളൊക്കെ ഒരു മീഡിയം ആണോ മീഡിയത്തിന് താഴെയാണെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോഴും നമ്മളെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഏതറായി ഊള എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അവസ്ഥ.
നെഗറ്റീവ് കമന്റ് പറയാനായിട്ട് ആൾക്കാർ ഇങ്ങനെ ആ വരില്ല, സ്വാഭാവികം. നെഗറ്റീവ് കമൻറ്റ് അവർ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് കമൻറ്റ് ഇപ്പോൾ ഈ സ്കിറ്റുകൾ ഇടുമ്പോൾ പിന്നെ അവർക്ക് ചിലപ്പോൾ ഈ സ്കിറ്റ് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അവർ നമ്മളെ അച്ഛനെയും ആ കുഴി കിടക്കണ അപ്പൂപ്പനെയും അതിനു മുമ്പ് ചത്തുപോയവരെയൊക്കെ തെറി പറയും. എൻ്റെ അടിയിൽ പച്ചത്തെറി പറയുന്നവരുണ്ട്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ മാനസികരോഗം. അല്ല, അയാൾക്കൊരു ഗിരിഗിരിപ്പ്, ഒരു സുഖം, അത്രേ ഉള്ളൂ. അവർ പറഞ്ഞോട്ടെ. അതെ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക നമ്മളുടെ ഒരു ഇതാണ്. അത് തന്നെ, നമ്മളുടെ ഒരു കാരണം സംഭവം നമുക്ക് അയാളെ സന്തോഷം വീട്ടിൽ പോയി കിട്ടണമെങ്കിൽ നമുക്ക് അയാളെ വീട്ടിൽ പോയി ചിരിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളാൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അങ്ങനെ വരികയാണെങ്കിൽ ചെയ്തോട്ടെ. ഇതിപ്പം നമ്മളെ ഈ വീഡിയോയിൽ വരുമ്പോൾ ഇത് കേട്ടിട്ട് ഇതിൻ്റെ അടിയിൽ കണ്ടോണ്ട് പറയും, ദയവേത് എന്നെ ഒന്നും പറയരുത്, ഇതിനെ മാത്രം പറഞ്ഞോണ്ട് ചോദിക്കുന്നതിന് ഉത്തരം മാത്രമേ ഞാൻ പറയണുള്ളൂ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ, തുടങ്ങി വരുന്ന കലാകാരന്മാർക്ക് ഒത്തിരി സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഈ ഇൻഡസ്ട്രിയില്, മീഡിയ ഇൻഡസ്ട്രിയില് കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ, ഇല്ലെങ്കിൽ സപ്പോർട്ട് ഇനി എന്തെങ്കിലും വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, സപ്പോർട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് തന്നെ, ഇപ്പം നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് തന്നെ ആ സപ്പോർട്ടിൻ്റെ ഭാഗമാണ് അല്ലേ? അതെ. അത് പണ്ടത്തെ കാലമല്ല. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അത്രയും വലിയ അവസരങ്ങളില്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. സിനിമയിലായാലും സീരിയലായാലും അല്ലെങ്കിൽ മറ്റുള്ള റിയാലിറ്റി ഷോസിലായാലും ഇഷ്ടം പോലെയാണ് അവസരങ്ങൾ. ഇപ്പോൾ അമൃതയിലെ കോമഡി മാസ്റ്റേഴ്സ്, അതിനകത്ത് ഇഷ്ടം പോലെ സാധാരണക്കാരായിട്ടുള്ള ഇതുപോലെ ആഗ്രഹങ്ങളുള്ള ഒരുപാട് സാധാരണക്കാരുണ്ട്. അവരെല്ലാം വന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവസരങ്ങളുണ്ട്. ഇതൊന്നും പണ്ടില്ലായിരുന്നു. ഇപ്പോൾ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ പ്രേക്ഷകരായാലും ഏറ്റവും കൂടുതൽ ഈ നമ്മളെ കാണുന്ന പ്രേക്ഷകരാണ്. പുറത്ത് വെച്ച് കാണുമ്പോൾ അവർ ഭയങ്കര സ്നേഹമുണ്ട്. കാരണം അവർക്ക് നമ്മളെ അറിയാം, നമുക്ക് അവരെ അറിഞ്ഞുകൂടാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മളെ അറിഞ്ഞുകൂടാത്തവരുമുണ്ട്. ഒരു കാര്യം പറഞ്ഞുതരാം. വൈറ്റിലെ ഹബ്ബിൽ ഞാൻ ഒരു ദിവസം വൈകുന്നേരം നിൽക്കുകയാണ്, പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് നിന്നപ്പോൾ ഒരു പുള്ളിക്കാരിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയി. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഇറിറ്റേറ്റഡ് ആയിരുന്നു. ഞാൻ മിണ്ടാതിരുന്നു, ഇങ്ങനെ ഇരുന്ന്. പുള്ളി എന്താണ് എന്നാണ്, പുള്ളി ഇങ്ങനെ കറങ്ങി കട്ട് ചെയ്തിട്ട് എൻ്റെ ബാക്കിൽ വന്നു. മറ്റേ ആളല്ലേ? ഞാൻ പറയാതെ ആ ശരി എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. അപ്പോൾ ഒരു ആലപ്പുഴ ബസ് വന്നിരുന്നു. ഭയങ്കര തിരക്കാ ബസ്സിൽ, ലോക്കൽ ബസ്സാണ്. ഈ പുള്ളി അതിനകത്തേക്ക് കയറി പോകുന്ന എന്തോ കണ്ടു. കുറേ കഴിഞ്ഞിട്ട് ആ ബസ് ഒരു 15 മിനിറ്റ് അവിടെ ഹാൾട്ട് ചെയ്യുന്നുണ്ട്. ആ തിരക്ക് പിടിച്ച ബസ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു പുള്ളിയുടെ വൈഫിനെയാണെന്ന് പറഞ്ഞു കൈക്ക് പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്നെത്തി. മനസ്സിലായോ? അറിയാം പുള്ളിക്കാരത്തോട്. പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കിയിട്ട് ആര്? അല്ല, നമ്മൾ 9:30 ചോറുണ്ടുമ്പോൾ കാണൂലേടി, അതിൽ അവർ സൂക്ഷിച്ച് അങ്ങനെ ഒരു ആരെന്ന് പറഞ്ഞത്, ഇതാര്? അല്ല, നമ്മൾ ചോറുണ്ടുമ്പോൾ അത് ആരെന്ന് ഞാൻ പറയാം. എൻ്റെ പൊന്നേട്ടാ, അവർക്ക് എന്നെ അറിഞ്ഞൂടാ, നിങ്ങൾ ദയവ് ചെയ്ത് പോകും. പുള്ളിക്കാരത്തി മര്യാദയ്ക്ക് സീറ്റിൽ ഇരുന്ന് എന്നെ വിളിച്ചിറക്കിയ സീറ്റും പോയി, അങ്ങനെ കോപ്പുണ്ടാക്കുന്നെന്ന് പോക്ക്. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ ഒരിക്കൽ ഒരിടത്ത് പരിപാടിക്ക് പോയപ്പം ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ അമ്മൂമ്മയ്ക്ക് ചേട്ടൻ്റെ വേഷങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വീട്ടിലൊന്ന് വരണം, രാത്രിയിൽ വീട്ടിൽ നമുക്കൊന്ന് പോകണം, അമ്മൂമ്മയ്ക്കൊന്ന് കണ്ടാൽ മതി. അമ്മൂമ്മയ്ക്ക് ഞാൻ വിചാരിച്ചു ഇനി അമ്മൂമ്മ ചത്ത് അന്ത്യാഭിലാഷമാണെങ്കിൽ അതെന്ന് പറഞ്ഞ് പോയി. എന്നെ കൊണ്ട് ഇരുത്തിയിട്ട് അകത്ത് കയറി എന്നിട്ട് അമ്മൂമ്മയുടെ അടുത്ത് അവൻ പറഞ്ഞു, അമ്മ ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയാന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മ വന്നു. എന്നിട്ട് നോക്കി, ആരടാ? അപ്പോൾ ഇത് നമ്മൾ മറ്റേ ടി വിയിൽ ഇൻസ്റ്റാൾമെൻറ്റ് അറിഞ്ഞാ ആര്? അമ്മൂമ്മ നിങ്ങൾ പറയൂലേ എനിക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അവരൊക്കെ അറിഞ്ഞൂടാ. അങ്ങനെ നമ്മളെ അറിഞ്ഞൂടാത്തവരും ഉണ്ട് ഇഷ്ടം പോലെ. കാരണം അതിൽ സ്കിറ്റിലൊക്കെ ചെയ്യുമ്പോഴത്തേനും ഓരോ ക്യാരക്ടർ ആയിട്ടല്ലേ വരുന്നത്. എൻ്റെ അല്ല, പിന്നെ കുറേ പേര് ചിലരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്നേഹമാണ്. ചിലർ അറിഞ്ഞിട്ടും നമ്മൾ അറിയാത്ത പോലെ ഭാവിക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് നമ്മളങ്ങനെ എല്ലാവരും അറിയണമെന്നില്ലല്ലേ. ഇനി നിങ്ങൾ കോമഡി ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൂടുതൽ വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ഏത് മേഖലയായാലും, കാരണം ചേട്ടൻ തന്നെ പറഞ്ഞു ഇപ്പൊ സീസൺ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മന്ത് നല്ല റേഞ്ചിൽ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കി ഒരു 6 മന്ത് ചിലപ്പോൾ താഴെ പോകും. ചിലപ്പോൾ കേട്ടോ, അത് സ്ഥിരം അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഒരു 6 മാസത്തേക്ക് നമുക്ക് മറ്റുള്ള വർക്കുകളൊന്നും കിട്ടാം. അത് ഇതിന് മാത്രമല്ല, ഇപ്പം സിനിമയിലുള്ള അല്ലെങ്കിൽ ടെലിവിഷൻ സീരിയൽസിലുള്ള ആർട്ടിസ്റ്റ് ആയാലും ഈ പ്രശ്നമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് നമ്മളെ മാത്രം കോമഡി ആർട്ടിസ്റ്റുകൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, എല്ലാവർക്കും ഉണ്ട്. സ്ഥിരം സാലറി കിട്ടുന്ന ഒരു പരിപാടി ഇതിൽ വേണം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയായിരുന്നു. അങ്ങനെ തോന്നിയത് എപ്പോഴെന്ന് പറഞ്ഞാൽ കൊറോണ വന്ന സമയത്ത്
എനിക്ക് തോന്നി നമുക്ക് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സോ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അത്രയും കാലം ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് തോന്നി. കാരണം പെട്ടെന്നല്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മാത്രമല്ല ബാധിച്ചത്, എല്ലാവരും നമ്മളെ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്, അന്ന് കഷ്ടപ്പെട്ടവരുമുണ്ട്. പിന്നെ ഈ ചിലർ പറയുമല്ലോ, ഞാനിതിൽ ഇപ്പം നിങ്ങൾ ചോദിച്ചപ്പോഴും ഞാനത് പറയാത്ത കാര്യമാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്താണ് വന്നത്. നമ്മളതങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മളെക്കാട്ടിയും സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഈ മേഖലയിലേക്ക് വരാൻ നിൽക്കുന്നവരുണ്ട് അല്ലേ, ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ട് ഒരവസരം കിട്ടാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ മുമ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ, അവരെ അത്രയും ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഇതിലേക്ക് വരാൻ അല്ലേ. ഇഷ്ടംപോലെ ആളുകളില്ലേ ഇപ്പോഴും ചാൻസ് ഒക്കെ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. അഭിനയത്തിന്റെ മികവ് തെളിയിക്കാൻ പോവാണ് ചേട്ടൻ ഇപ്പൊ നമ്മുടെ മുമ്പില്. ചേട്ടാ അഭിനയിക്ക്. ഞാൻ എൻ്റെ കാര്യമായിട്ട് തന്നെ പറയാം. ഒരു 4-5 വയസ്സ് ഉള്ളപ്പോഴാണ് എനിക്ക് അച്ഛൻ്റെ മുഖം ഓർമ്മയുള്ളത്. 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലായിട്ട് പഠിക്കുമ്പോഴാണ് ഒരു ദിവസം സ്കൂളിൽ വെച്ച് രായമാമൻ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വീട്ടിൽ പോകാൻ മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ കൂടി ഇപ്പുണ്ട് ഇരിക്കണം. അപ്പം ആരാ പറഞ്ഞ് അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ ക്വാറിയിലായിരുന്നു ജോലി, അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല. ഈ അച്ഛനെ കാണാതെ ഇപ്പം എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല, പക്ഷേ ദിവസവും കിട്ടുന്ന ഉഴുന്നുകൂടെ ഇനി കിട്ടൂലല്ലോ എന്നുള്ള വിഷമമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രായമാമൻ നമ്മളെ വീട്ടിൽ കൂടെ താമസമായി. രായമാമനാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പം ഞാൻ നോക്കുമ്പം അമ്മ ഇങ്ങനെ രായമാമൻ ചെവരി ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അമ്മയെ കൊല്ലാൻ പോകണമെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് അവിടെ കിടന്നൊരു കല്ലെടുത്ത് രായമാമനെ ഇടിച്ച്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ആ ഇടി കൊണ്ടത് എൻ്റെ അമ്മയ്ക്കായിരുന്നത്. അറിഞ്ഞില്ല സാറേ, അമ്മയ്ക്കാണ് കൊള്ളാൻ പോണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ചെയ്യുമോ സാറേ, ചെയ്യുമോ? പിന്നെ ജയിലിലായിരുന്നു. കൊച്ചുനാളിലെ അമ്മയ്ക്കും നമുക്ക് ഭയങ്കര ഗുണ്ടയല്ലേ സാറേ, അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല സാറേ, അമ്മയെ കൊല്ലാനുള്ള ധൈര്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ മറക്കാൻ പറ്റാത്ത സെറ്റിലെ ഏറ്റവും വലിയൊരു മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പറഞ്ഞേ. നമുക്ക് മറക്കാൻ പറ്റാത്ത, നമ്മൾ സിനിമയിൽ അങ്ങനെ ഒരുപാട് സിനിമ ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോഴാണ് നമ്മൾ കുറച്ച് സിനിമകൾ ചെയ്യുന്നത്. സീരിയലിൽ അഭിനയിക്കാൻ വന്ന ആൾ രാവിലെ ഞാൻ ഒരു 7:30 ആയപ്പോഴാണ് ചെന്നത്. അപ്പോൾ തന്നെ ക്യാമറയുടെ മുമ്പ് നിന്ന് അയാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുക. ഇവൻ ഡയലോഗ് പറഞ്ഞിട്ട് തെറ്റിപ്പോകുന്നു. ഇവൻ ഡയലോഗ് പറഞ്ഞ് തെറ്റിയിട്ട് എടാ മാറ്റും വേറെ ആരെയും കൊണ്ട് ചോദിക്കുക. അപ്പോൾ സാർ ഒരു പ്രാവശ്യം കൂടെ സാർ ഒരു പ്രാവശ്യം പ്ലീസ് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഇവൻ നിൽക്കുകയാണ്. അങ്ങനെ കുറേ ടേക്ക് എടുത്തതിന് ശേഷം അതെങ്ങനെയൊക്കെയോ ശരിയാക്കി പുറത്ത് വന്നപ്പോൾ ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? ഞാനായിരുന്നെങ്കിൽ അപ്പോഴത്തന്നെ വീട്ടിൽ പോയേനെ, 2 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയേനെ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ മറുപടി, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പഠിക്കുന്നത്, അല്ലാതെ വീട്ടിൽ ക്യാമറ യൂണിറ്റ് വാനും ഒന്നും ഇട്ട് എനിക്ക് അഭിനയം പഠിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് അയാൾ പറഞ്ഞതൊരു വലിയ പാഠമാണ്. ആർക്കും അത് പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം, നമ്മുടെ ഒരു നേരത്തെ നമ്മൾ പറയില്ലേ തിരിച്ചറിയുക എന്നുള്ളത്. നമ്മുടെ സുഹൃത്തിന് പറ്റിയൊരു അബദ്ധമുണ്ട്. അവനിങ്ങനെ അമ്പലപ്പുഴയിൽ നിന്ന് ബസ്സിൽ കയറിയപ്പം ഒരു 3 പേരിരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, വിൻഡോ സൂപ്പർ ഫാസ്റ്റിൽ, അവിടെ പോയി അവൻ ഇരുന്നു. വിൻഡോയിൽ പോയി നമുക്ക് വിൻഡോ സീറ്റ് നമുക്ക് ഭയങ്കര ഇതാണല്ലോ, എല്ലാവർക്കും വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇരുന്നപ്പോൾ കണ്ടക്ടർ നോക്കി ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ അവനും ചിരിച്ചു. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലിരുന്നവർ അവനെ നോക്കി ഇങ്ങനെ ചിരിച്ചു. അതിന് മുമ്പ് ഇരുന്ന ഒരു അടുത്ത ആളിനെ വിളിച്ചൊക്കെ അവനെ കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ബസ്സിലുള്ള എല്ലാവരും അവനെ നോക്കി ചിരിച്ചു. അവസാനം ഡ്രൈവർ അവിടെ നിന്ന് എത്തി നോക്കി ഇങ്ങനെ അവനെ നോക്കി ചിരിച്ചു, തലകുലുക്കി. പിന്നെ ഈ ഇറങ്ങി പോണവർ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവും. കയറി വരുന്നവർക്ക് ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് വയ്ക്കും. അങ്ങനെ വണ്ടി ട്രിവാൻഡ്രത്ത് എത്തിയപ്പം ഇറങ്ങാൻ നേരത്ത് കണ്ടക്ടറോട് ചോദിച്ചു പോട്ടെ എന്ന് വെച്ചാൽ പോക്കോളൂ എന്ന് പറഞ്ഞു. ശരി, അല്ല അപ്പം നമ്മുടെ പരിപാടിയെ കാണാറുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടക്ടർ ചെയ്ത പരിപാടി അല്ല, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി നിങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങളെന്നൊക്കെ ചിരിച്ച ആളുകളൊക്കെ ചിരിച്ച്? അതുകൊണ്ടല്ലേ ചിരിച്ചത്, നിങ്ങളായിരുന്ന സീറ്റിലേ ചേർത്തലേന്നൊരു കൊച്ചും തള്ളയും കൂടെ കയറിയിട്ട് ആ കൊച്ചു അപ്പീട്ടതിൻ്റെ പുറത്താണ് നീ ഇറങ്ങിയിരുന്നത്.
അതുകൊണ്ടാണ് നാട്ടുകാർ മൊത്തം ചിരിച്ചത്. അങ്ങനെയാണ്. പറഞ്ഞില്ല. ആരെങ്കിലും പറയുമോ? നമ്മളൊരു ബസ്സിൽ കയറി ഒരു പിന്നെ പല ഇത് ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ പറയുമോ? കാരണം ഏറ്റവും കൂടുതൽ ബസ് കയറുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറയുമ്പോൾ ഇനി പെണ്ണുങ്ങളെല്ലാം അടിക്കാൻ വരും. ഈ ബാക്കിലൂടെയാണ് നമ്മൾ കയറുന്നത്. സ്ത്രീകൾക്ക് ഫ്രണ്ടിൽ സ്ഥലമുണ്ട്. പക്ഷേ ഈ ബാക്കിലൂടെ ചില സ്ത്രീകൾ കയറുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ബാക്കിൽ കൂടെ കയറുള്ളൂ. അവർ വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇടിച്ച് നമ്മളൊക്കെ രൂക്ഷമായിട്ട് നോക്കും. വന്നിട്ട് പിന്നെ കയറി കഴിഞ്ഞാലോ അവർക്കിരിക്കണം. അവർ ചിലർ കയറി കഴിഞ്ഞാൽ എല്ലാവരും ഓരോ സീറ്റിലും ഓരോ സ്ത്രീകൾ വെച്ചിരിക്കും അല്ലേ? വിൻഡോ സൈഡിൽ എല്ലാവരും ഇരിക്കും. പാവപ്പെട്ട ഞങ്ങൾ ആണുങ്ങളാണെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കും. ഒരു ഗർഭിണി കയറിയാൽ, ഒരു കൈക്കുഞ്ഞുമായിട്ട് ആരെങ്കിലും കയറിയാൽ എല്ലാം ഞങ്ങൾ ആണുങ്ങളാണ് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത് അല്ലേ? ബാക്കിയുള്ളവർ കാണാത്ത പോലെ ഇരിക്കും. അത് സത്യം. നമ്മൾ ആണുങ്ങൾ അപ്പോഴും മാറിക്കൊടുക്കും. ഒരു വയ്യാത്ത ആൾ വന്നു കഴിഞ്ഞാൽ ഒക്കെ മാറിക്കൊടുക്കും. പിന്നെ നമ്മുടെ മലയാളികൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയാം, നമ്മൾ ഭയങ്കര സെൽഫിഷാണ് ഈ ബസ് യാത്രയിൽ. നമുക്ക് ആദ്യം കയറണം വേണ്ടേ? നമുക്ക് ആദ്യം കയറണം, നമുക്ക് ആദ്യം ഇരിക്കണം. പിന്നെ ബസ് നിർത്തിയാലോ നമുക്ക് ഫസ്റ്റ് ഇറങ്ങണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങോട്ട് മാറും, ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് തിരക്കും. കയറാനും അതുപോലെ തന്നെ. അതെവിടെ വെച്ച്? എവിടെ വെച്ചിട്ടാണെന്ന് അറിയില്ല. എവിടേക്ക് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വീണിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഈ തലയും കുത്തി വന്നിട്ട് നല്ലതുപോലെ വീണിട്ടുണ്ട്. തലയൊക്കെ ഇടിച്ചിട്ടുണ്ട്. ബസ്സിന്റെ ഡോറ് വന്ന് ഒരൊറ്റ അടി പെട്ടെന്ന് വലിച്ചടച്ചു. അതിനുശേഷം എങ്ങനെയാണ്? അല്ല, തലക്കടിയിട്ട് അങ്ങനെ സംഭവിക്കും. അങ്ങനെയല്ല, സ്റ്റോക്ക് തീർന്ന. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയ സ്കിറ്റ് ഏതാണ്? ബുദ്ധിമുട്ടല്ല, ചില സ്കിറ്റുകൾ അങ്ങ് പുഴുത്തുവും ചീഞ്ഞു പോവും. നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ കൊണ്ട് കളിക്കും. പക്ഷെ ഇതാരും ചിരിക്കാതെ വരുമ്പോഴേ ചീഞ്ഞിട്ട് ഇത് നിർത്താനും പറ്റൂല, അവസാനിപ്പിക്കാനും പറ്റാതെ നിന്ന് അങ്ങനെ കുറേ സ്കിറ്റുണ്ട്. അങ്ങനെ ഒരു സ്കിറ്റ് ഉടലെടുക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്കിറ്റ് ഉടലെടുക്കുക എന്ന് പറഞ്ഞാൽ അതവിടെ ഇങ്ങനെ തറയിൽ കിടക്കുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് പൊക്കി ഇങ്ങനെ ഉടലെടുക്കും. ഈ സാഹിത്യം ഒന്നും ചോദിക്കല്ലേ? അപ്പം ഈ സാഹിത്യമൊക്കെ അറിയിക്കും, ഞാൻ ഇവിടെ ഇരിക്കുമോ? സ്കിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു അവിടെ ഒരു ഇതിന് സ്കിറ്റ് കളിക്കണം, എന്ത് കണ്ടൻറ്റ് പിടിക്കുക. ഇന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കണ്ടൻറ്റ് കിട്ടാനാണ്. കണ്ടൻറ്റിന് ഭയങ്കര ദാരിദ്ര്യമാണ്. കാരണം എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു. എല്ലാം വീട്, അച്ഛൻ, അമ്മ, ബസ്, ജീപ്പ്, ലോറി, അങ്ങനെ ഇഷ്ടം പോലെ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു. ഇതിനെ തന്നെയല്ലേ വീണ്ടും അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇത് കാണുമ്പോൾ അവർ പറയും ഇത് തന്നെയല്ലേ അവിടെ കളിച്ചത്, ഇവിടെ കളിച്ചത് എന്നൊക്കെ പറയും. അതുകൊണ്ട് അതില്ലാതെ അതിനെ മാറ്റിമറിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്കിറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് അതിനെ അതെ, അതിപ്പോൾ ഒരു റൈറ്റർ എന്തായാലും ഉണ്ടാവും, ഇതിന് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും ഉണ്ടാവും. പുള്ളി എഴുതിക്കൊണ്ടുവരും. എഴുതിക്കൊണ്ടുവരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് പറഞ്ഞു നോക്കും. പറഞ്ഞു നോക്കിയിട്ട് അഡീഷണൽ സാധനങ്ങൾ വെക്കും. ഓരോരുത്തരുടെ ക്യാരക്ടർ കിട്ടുന്നതനുസരിച്ച് അവരെന്ത് ചെയ്യും, അതിനെ നന്നാക്കാൻ ശ്രമിക്കും, അവരവരുടെ ക്യാരക്ടർ. അങ്ങനെ വരുമ്പോൾ സ്കിറ്റും നന്നാവും. ഞാൻ എഴുതും, അത്യാവശ്യമൊക്കെ എഴുതും. അത്യാവശ്യമൊക്കെ എഴുതും. ഏറ്റവും കൂടുതൽ കോമഡി ചെയ്യണം എന്നാണോ ഇപ്പോഴും? കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ നിലനിന്ന് പോകണം എന്നാണോ ആഗ്രഹം? അത് സീരിയസ് ക്യാരക്ടറും ചെയ്യണം എന്ന് ആഗ്രഹം? എനിക്ക് സീരിയസും കോമഡിയും ഒക്കെ ചെയ്യണം. എനിക്ക് എല്ലാം ഒത്തിണങ്ങിക്കൊണ്ട്. നാടകത്തിലൊക്കെ ഞാൻ വില്ലൻ വേഷമാണ് ചെയ്തിരുന്നത്. നാടകത്തിൽ വില്ലൻ വേഷവും കോമഡി വേഷമാണ് ചെയ്തിരുന്നത് നാടകത്തിൽ. പിന്നെ ഇതിൽ വന്നപ്പോൾ കോമഡിയായി. എല്ലാം ചെയ്യണമെന്ന് തന്നെയാണ് ചോദിക്കാൻ വന്നായിരുന്നു. ആരെങ്കിലും കണ്ടിട്ട് വില്ലനാന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നെ കണ്ടിട്ടോ? അത് ചോദിച്ചോ? എന്നാ ചോദിച്ചോ? വില്ലനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, എന്നെ കാണുമ്പോഴേ ചിലരൊക്കെ പറയും അവന് ഭയങ്കര അഹങ്കാരമെന്ന് പറയും. എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, നടപ്പും. ഒരാളുമായിട്ട് ഞാൻ പെട്ടെന്ന് അടുക്കും. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുമായിട്ട് പെട്ടെന്ന് അടുക്കുകയും ചെയ്യും. സുഹൃത്ത് ബന്ധങ്ങൾ ഞാൻ അങ്ങനെ തന്നെ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഫസ്റ്റ് അപ്പിയറൻസ് കാണുമ്പോൾ അവന് ഭയങ്കര അഹങ്കാരമാണ്. പക്ഷെ നമുക്കൊരു അഹങ്കാരവും ഇല്ല. കാരണം നമ്മൾ എന്തിനാ അഹങ്കരിക്കുന്ന? ആരോട് അഹങ്കരിക്കാൻ? നമ്മളൊന്നും ഒന്നുമല്ല ഈ ലോകത്തിൽ. നമ്മളൊന്നും ഈ ലോകത്തിൽ ഒന്നുമല്ല. നമ്മൾ അഹങ്കരിച്ചിട്ട് എന്ത് ചെയ്യാൻ? എന്തിനാ അഹങ്കരിക്കണം? കുഞ്ഞ് ലൈഫാണ് നമുക്കുള്ളത്. അതിനകത്ത് എല്ലാവരുമായിട്ട് സ്നേഹപരമായിട്ട് പോകണം. നമ്മളെ പറ്റിക്കുന്നവരും ഉണ്ടാവാം, അവരെ നമ്മൾ സ്നേഹിക്കും. അത്ര. ഫിലിമിൽ ഇപ്പോ കോൾസ് ഒക്കെ വരുന്നുണ്ടോ? ലൈക്ക് എന്തെങ്കിലും അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയാൻ? ഇനി ഇപ്പോൾ കഴിഞ്ഞത് ഒന്ന് ഗർ എന്ന് പറയുന്ന പടമാണ്. ഗർ, സിംഹത്തിൻ്റെ ഗർ. അത് കുഞ്ചാക്കോ ഭവൻ, സുരാജ്, വെഞ്ഞാറമൂട് അവരൊക്കെ ഉള്ള പടമാണ്. അത് ഉണ്ട്. പിന്നെ മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ ഒരു കോക്കേഴ്സിൻ്റെ പടം. അത് തന്നെ. അതിലൊരു കുഞ്ഞു വേഷമേ ഉള്ളൂ. ഗറിൽ കുഴപ്പമില്ല വേഷമാണ്. പിന്നെ ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സിജു വിൽസൻ്റെ ഒരു പടമാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അടുത്ത ആഴ്ച ഒരു ഹൊറർ പടം
തിരുവനന്തപുരത്ത് തന്നെയാണ് എൻ്റെ. ഫിലിമുകൾ ഇങ്ങനെ നിരത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇപ്പം ഇന്ന് ശ്രമിച്ച് നാളെ അഭിനയിക്കണമെന്ന് വെച്ചാൽ നടക്കൂല. നടക്കില്ല. നമ്മൾ ഇതിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഞാൻ ഇഷ്ടംപോലെ എല്ലാ കാസ്റ്റിംഗ് കാളിനും ഞാൻ കണ്ടു കഴിഞ്ഞാൽ അയക്കും. കാസ്റ്റിംഗ് കാൾ കണ്ടു കഴിഞ്ഞാൽ അയക്കും. അവർ വിളിച്ചാൽ പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്യും. ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാം കിട്ടിയിട്ടുമുണ്ട്. കുറച്ചേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, അത് പക്ഷേ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അല്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളില്ലേ, ഒരുപാട് നമ്മളെക്കാളും കഴിവും ഇതൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അതിലൊരു ഇത് അവരെ കൂടെ എത്തണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. നല്ല ഇഷ്ടംപോലെ സിനിമകൾ വരുന്നുണ്ട്, നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. എത്ര പേര് അഭിനയിക്കുന്നു ഇപ്പം ബോളിവുഡിൽ കിട്ടിയാ പോ. ഇവിടെ കിടന്നൊരു ബോളി തിന്നാൻ പറ്റല്ല, പിന്നെ ഇനി ബോളിവുഡിൽ പോയി. ഓക്കെ, 18 വയസ്സ് മുതലാണ് ചേട്ടൻ നാടകത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും ഇയേഴ്സായി ഫിലിം വരെ എത്തി നിൽക്കാണ്. ഇത്രയും നാളൊരു ജേണി ഓരോന്നൊന്ന് ചുരുക്കി പറയാമോ? നാടകം എന്ന് പറയുന്നത് ഏറ്റവും നല്ല അനുഭവങ്ങളിലൊന്നായിരുന്നു. ഇപ്പോൾ ഈ സിനിമയിലായാലും നമുക്ക് ഒരു ഡയലോഗ്സ് കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റുന്നതും അത് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതൊക്കെ നാടകത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നാടകം എന്ന് പറയുന്നത് ഭയങ്കര ലൈവല്ലേ, നമുക്കൊന്നും റീടേക്ക് പറ്റൂലല്ലോ. പച്ചയായിട്ട് ആളുകളെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയല്ലേ, ഡയലോഗ്സ് എല്ലാം തെറ്റാൻ പാടില്ല. അപ്പോൾ ഓരോ വർഷവും പിന്നെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ഓരോ വർഷം ചെയ്യാം. ഒരു നാടകത്തിൽ തന്നെ ചിലപ്പോൾ 3 വേഷമൊക്കെ ചെയ്യേണ്ടി വരും ഒരു നാടകത്തിൽ. ഞാൻ കളിച്ച അപ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞ നാടകത്തിനകത്ത് വില്ലനും നായകനും ഞാൻ തന്നെയായിരുന്നു. അതിൽ 3 കഥകളായിരുന്നു. അപ്പം ഒരു ലൈറ്റ് ഓഫ് കഴിഞ്ഞ്, അതായത് ഞാൻ ജേർണലിസ്റ്റായിട്ടുള്ള ഞാനിരുന്ന് കഥ പറഞ്ഞു, ഒരു ലൈറ്റ് ഓഫ്, അടുത്ത് ലൈറ്റ് ഓണാകുമ്പോൾ ഞാൻ കാട്ടാക്കട SI വിജയൻ നാടാരായിട്ട് നിൽക്കുകയാണ്. കുമ്പം മീശയും ഇതൊക്കെ വെച്ച് വിജയൻ നാടാരായിട്ട് വില്ലനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ പടയെ നമുക്ക് മേക്കപ്പ് ചേഞ്ച് ചെയ്യണം. പഴയ നമുക്ക് മറ്റുള്ള TV സീരിയൽ സിനിമയെ പോലെ സാവധാനം ഒന്നും ഇല്ലല്ലോ. പടയെ എടുത്ത് കളയുന്നു, യൂണിഫോം ഇടുന്നു, ഇത് ചെയ്യുന്നു, വരുന്നു. അതൊക്കെ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നും. പിന്നീട് നമ്മൾ ആലോചിക്കുമ്പം ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ആ നാടകത്തിൽ നിന്നും നമുക്ക് ഈ സ്റ്റേജിൽ നിന്നും കിട്ടുന്നത്. ഇപ്പോൾ സ്കിറ്റാണെങ്കിലും, സ്കിറ്റിൻ്റെ ആണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു സ്കിറ്റ് നമ്മൾ അടുത്തിരുന്നിട്ട് പെട്ടെന്ന് പറഞ്ഞ് റെഡിയാക്കി പെട്ടെന്ന് കയറി കളിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് റിഹേഴ്സലൊന്നുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം കിട്ടുന്നത് നമുക്ക് സിനിമയിലാണ്. ചെല്ലുമ്പോൾ ഒരു ഡയലോഗ് തരുമ്പോൾ നമ്മളത് ഓർത്ത് വയ്ക്കാനും, അത് ഏത് മീറ്ററിൽ പറയാം, അതെങ്ങനെ പറയാം, ഏത് വേർഡിൻ്റെ പ്രാധാന്യം കൊടുക്കണം, അതൊക്കെ ഈ നാടകത്തിൽ നിന്ന്, സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നാടകം എന്ന് പറയുന്നത്. നാടകം തന്നെയാണ് ചേട്ടനെ ഇപ്പോൾ ഇതുവരെയും ഫിലിമിൽ എത്തിച്ചിട്ടുള്ളത്. നാടകവും നമ്മുടെ മറ്റ് സ്റ്റേജ് ഷോസും നമ്മൾ ചെയ്യുന്ന സ്കിറ്റുകളുടെ ഓരോ ചാനലുകളിൽ ചെയ്യുന്ന സ്കിറ്റിൻ്റെ അതൊക്കെ തന്നെയാണ് എത്തിച്ചിട്ടുള്ളത്. എല്ലാം കലയാണല്ലോ. എന്നെ സംബന്ധിച്ച് ഇപ്പം നാടകം, മിമിക്രി അങ്ങനെ വേർതിരിവില്ല. അഭിനയ സാധ്യത എന്തുണ്ടോ അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കലകളാണ്. മനസ്സിലായില്ല. ഇപ്പോൾ കഥാപ്രസംഗം പറഞ്ഞാൽ ഞാൻ കഥാപ്രസംഗം വേണേ പറയും. കഥാപ്രസംഗം നമ്മൾ കൊച്ചുനാളിലെ കേട്ടിട്ടുള്ളതല്ലേ കഥാപ്രസംഗം ഒക്കെ. അപ്പോൾ അത് പറയാം. അപ്പോൾ അഭിനയം, കഥാപ്രസംഗത്തിലും അഭിനയം ഉണ്ടല്ലോ പണ്ട്. അത് തന്നെ. അപ്പോൾ എല്ലാത്തിലും ബേസിക് എന്ന് പറയുന്നത് ആക്ടിങ് തന്നെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഗുണം ചെയ്തിട്ടുള്ള ഈ നാടകവും മറ്റുള്ള നമ്മൾ ഷോസിലും ഒക്കെ കളിച്ചതിൻ്റെ ഒരു ഗുണം തന്നെ. നാടകം ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്. സോളോ പെർഫോമൻസ് ഒക്കെ ചെയ്താൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹവും ആലോചനയൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ നാടകം നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ നാടകത്തിന് ഇഷ്ടംപോലെ പ്രേക്ഷകരുമുണ്ട്, നാടകമുണ്ട്. കാരണം അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് അല്ലേ. അതായത് ലോകത്തിൽ തന്നെ കേരളത്തിലുള്ളതുപോലെ ടൂറിംഗ് നാടകവേദി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ടൂറിംഗ് നാടകവേദി എന്ന് പറഞ്ഞാൽ ഒരിടത്തുനിന്ന് പുറപ്പെട്ട് ഒരിടത്ത് നാടകം അവതരിപ്പിച്ച് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി, അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി, അങ്ങനെയുള്ള സമ്പ്രദായം ലോകത്ത് വേറെ ഒരിടത്തുമില്ല, നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പ്രൊഫഷണൽ സമിതികൾ ഏകദേശം 100-150 പ്രൊഫഷണൽ സമിതി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സീസൺ തുടങ്ങിയല്ലോ. ഇപ്പം തൊട്ടടുത്ത അമ്പലത്തിൽ പാട്ടേക്കുമ്പോൾ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി നോക്കണം, ചിലപ്പോൾ നാടകം കാണും, എന്നിട്ട് കാണണം അവരഭിനയിക്കണതൊക്കെ. മനസ്സിലായോ? നാടകത്തിലെ അഭിനയമല്ല ശരിക്ക് സീരിയലിൻ്റെ അഭിനയം. സീരിയലിൻ്റെ അഭിനയമല്ല സ്കിറ്റിൽ വേണ്ട അഭിനയം. സ്കിറ്റിൻ്റെ അഭിനയമല്ല സിനിമയ്ക്ക് വേണ്ട അഭിനയം. ഇതെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം നാടകത്തിലാകുമ്പോൾ നമ്മൾ കുറച്ച് ഡയലോഗ്സ് ആയാലും ഒക്കെ കുറച്ചുകൂടെ ഒന്ന് പവറിൽ ചെയ്യേണ്ടി വരും. ഇപ്പം നോട്ടങ്ങളാണെങ്കിലും നടപ്പാണെങ്കിലും ഒക്കെ എത്തിച്ചേരേണ്ടത്. കാരണം ഓഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു 2-3 വരി കഴിഞ്ഞാൽ അങ്ങറ്റത്തിരിക്കുന്ന ഓഡിയൻ വരെ മനസ്സിലാവണം. നമ്മുടെ സംഭാഷണത്തിലൂടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നാടകത്തിൽ മനസ്സിലാവണം. മനസ്സിലായോ?
പക്ഷേ സിനിമ വരുമ്പോൾ നമുക്ക് അത്രയും വേണ്ട, വലിയ ഇതിനകത്ത് കാണുന്നതാണ് നമ്മളെ, വളരെ മൈന്യൂട്ടായിട്ട് ബിഹേവ് ചെയ്താൽ മതി. ഇപ്പോൾ സ്വാഭാവികമായി സ്വാഭാവികത പിന്നെ സിംഗ് സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ സ്വാഭാവികമാണ്. സീരിയലിൽ വരുമ്പോൾ അത് വേറൊരു മേഖലയിൽ അഭിനയമാണ്, കണ്ടിട്ടില്ലേ സീരിയലിൻ്റെ അഭിനയം. അപ്പോൾ ഈ ആക്ടിങ്ങിൽ ഈ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഈസിയാണ്. നാടകവും ചെയ്യാം, സിനിമയും ചെയ്യാം, സീരിയലും ചെയ്യാം, സ്കിറ്റും ചെയ്യാം. ഈ പ്രധാന വാർത്തകളെന്ന് പറഞ്ഞാൽ നാടകത്തിനകത്ത് ഈ ജേർണലിസ്റ്റിനെ വെളുപ്പിനെ 4 മണിക്ക് തൂക്കിക്കൊല്ലും. അപ്പം 4 മണിക്ക് തൂക്കിക്കൊല്ലുമ്പോൾ അയാളുടെ മകന് 6 മാസം പ്രായമേ 6 മാസം പ്രായമുള്ള മകന് ഭാവിയിൽ അച്ഛനെ എന്തിനാണ് തൂക്കിക്കൊന്നതെന്ന് ചോദിച്ചാൽ അത് അറിയാൻ വേണ്ടിയിട്ട് അയാൾ പെർമിഷൻ എടുത്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ്, പിന്നെ മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ്. അയാൾ 3 പേരെയാണ് കൊന്നു കളഞ്ഞത്. അപ്പം അതെന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത് റിയൽ സ്റ്റോറിയാണോ ഇത്? അല്ലല്ല, റിയൽ സ്റ്റോറിയൊന്നുമല്ല. റിയൽ സ്റ്റോറിയൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പം നാടകത്തിൻ്റെ പണ്ടത്തെ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. പണ്ട് നാടകത്തിൽ നമുക്കൊരു കോമഡി പറയാം, ധൈര്യമായിട്ടൊരു കോമഡി പറയാം. ഇപ്പം സ്കിറ്റിലായാലും ഒരു കോമഡി പറയാം. ഇപ്പം പലതര പ്രതിഷേധങ്ങളല്ലേ, ബോഡി ഷെയ്മിങ് ആണത് എന്നൊക്കെ പറയും. പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം കോമഡികൾ ബോഡി വെച്ചിട്ടാണ് കോമഡി പറയുന്നത്, ചിരിക്കുന്നത്. അപ്പോൾ പറയും നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു, ഈ പിന്നെ ഒരാളിൻ്റെ ശരീരത്തെ കളിയാക്കി എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുണ്ട്. പണ്ട് സിനിമകളിൽ പിന്നെ ഇപ്പം ശ്രീകുമാർ സാറിൻ്റെയൊക്കെ കർണക്കുറ്റിക്ക് അടിക്കുമ്പോൾ നമ്മൾ ചിരിക്കും. ഒരാൾക്ക് വേദന ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അല്ലെ പഴത്തലിച്ചിറക്കി വീഴുന്ന സാധനം പറയുമ്പോൾ ചിരിക്കും. വന്ദനം സിനിമയ്ക്കകത്ത് ജഗദീഷ് ചേട്ടൻ പോകുന്ന കണ്ടില്ലേ, സൈക്കിളിൽ പോകുന്നു, സൈക്കിളിൻ്റെ സീറ്റ് മാറിപ്പോകുന്നു, ഇത് പൊത്ത് കയറുന്നു, അവിടെ നിന്ന് ഡൈവ് അടിച്ചു. അയാൾ അത്രയും ആ ക്യാരക്ടർ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ തിയേറ്ററിൽ അത് കണ്ടിട്ട് ഇപ്പോഴും നമ്മൾ ചിരിക്കുന്നില്ലേ? അത്രയേ ഉള്ളൂ. ഇതാണ് കോമഡി എന്ന് പറയുന്നത്. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ഒരു എന്താണ് ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങളുള്ള സമയമാണ് കോമഡി ചെയ്യാൻ. ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങളാണ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് വേണം നമ്മൾ ഈ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഡയലോഗ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇയാളോട് പറയണേ, മോനെ ആദി, അച്ഛൻ നിന്നോട് 3 കഥകൾ പറഞ്ഞു. കഥകളല്ല, 3 സംഭവങ്ങൾ. 3 സംഭവങ്ങളിലെയും ഇരകളെ ഓർത്ത് അച്ഛൻ കരഞ്ഞു. റോബിച്ചനെയും പാത്തുവിനെ ഓർത്ത് അച്ഛൻ കരഞ്ഞു. രാധമ്മയും ഓർത്ത് ഞാൻ കരഞ്ഞു. വേട്ടക്കാരെപ്പോഴും സുരക്ഷിതരായിരുന്നു. ഇരകൾക്കൊപ്പം നിൽക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണമെന്ന് തോന്നി. പ്രതികരിച്ചു. കൊന്നളഞ്ഞു 3 എണ്ണത്തിനെയും. ഓരോരുത്തരെയും തേടി ചെന്ന് ഞാൻ തന്നെ കൊന്നു കളഞ്ഞു. അങ്ങനെ എന്നും ഇരകൾ മാത്രം ശിക്ഷിക്കപ്പെടേണ്ടെന്ന് വിചാരിച്ചു. 3 പേരെ കൊന്നപ്പോഴേക്കും ഇവരെന്നെ ഇവിടെ എത്തിച്ചു. അച്ഛൻ നിന്നോട് പറയുന്നത്, നീ വളരുമ്പോഴും നിൻ്റെ സഹജീവികളുടെ ജീവിതത്തിൽ ഇടപെടണം. അച്ഛൻ ഇടപെട്ട പോലെ ഭ്രാന്തമായ ആവേശത്തോടെയല്ല, നമ്മുടെ കൊച്ചു മണ്ണെണ്ണ വിളക്ക് വെട്ടമായി നീ ഇടപെടണം. റോഡരികിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ, വഴിയിലിരുന്ന് കൈ നീട്ടുന്ന ഭിക്ഷക്കാരന് ഒരു 10 രൂപ കൊടുക്കാൻ കഴിഞ്ഞാൽ, വണ്ടി തട്ടി കിടക്കുന്ന ഒരാളെ എടുത്തൊന്ന് ആശുപത്രി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, അത് മതി മക്കളെ. നീ പഠിച്ചില്ലെങ്കിലും പണം ഉണ്ടാക്കിയില്ലെങ്കിലും അച്ഛന് പുല്ലാടാ. നീ മനുഷ്യത്വമുള്ളവനായി ജീവിച്ചാൽ മതി. സഹജീവികളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ മതി. അത് മതി മക്കളെ. ചാർജ് തീരാറായി ഫോണിൻ്റെയും അച്ഛൻ്റെയും. അകലെ എവിടെ ഒരു കഴിമൊരു ആരാച്ചാരും അച്ഛനെ കാത്തിരിക്കുന്നു. പൊട്ടടാക്കളെ പോയി. ഇത്രയേ ഉള്ളൂ. ഞാൻ ശരിക്കും ഞെട്ടി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് കളിച്ചതാണ്, അതുകൊണ്ട് ഒരു മറവിയിലെ ചെറിയൊരു ഇതുണ്ട്. ഒരു നെഗറ്റീവ് ഇത് ചെയ്യാവോ? അതിലൊരു വില്ലനായിട്ട് ചെയ്തു പറഞ്ഞ ഒരു വില്ലൻ ചെയ്യാവോ? ആ വില്ലനൊരു വിജയൻ നാടാർ എന്ന് പറഞ്ഞ SIക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. തെറിയല്ല കേട്ടോ, അയാൾ പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കല്ലെടുത്ത് എറിയുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എൻട്രിയിലെ ഡയലോഗ് തന്നെ ഇതായിരുന്നേ, ഇങ്ങനെ നടന്നു വരുന്നും പട്ടിയെ കാണും, കല്ലെടുക്കുക എറിയും, പട്ടി കരഞ്ഞുകൊണ്ടങ്ങ് പോകുമ്പോൾ കണ്ടാരായ കണ്ട കൃത്യം പട്ടീരെ കുടുക്കെ തന്നെ കൊണ്ട്. അതാണ് നാടാർ. വീഴ്ത്തണമെന്ന് നിരൂപിച്ച് നാടാർ ഇറങ്ങി തിരിച്ചാ വീത്തിയിരിക്കും. അതിപ്പോൾ പട്ടിയായാലും ശരി, പട്ടനായാലും ശരി. ചേട്ടനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നതും ഇന്ന് ജീവിക്കുന്നതും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നതും
ഈ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്, അവരൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അവരൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ആവാൻ പറ്റില്ല. അവരുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലുത്. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം ഇങ്ങനെയൊക്കെ എത്തിപ്പെടാൻ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, നമ്മളറിഞ്ഞോ അറിയാതെയോ സഹായിക്കുന്നവരുണ്ട്. അവരോടൊക്കെ നന്ദി പറയുന്നു. മനസ്സിലായോ? കാരണം നമുക്കറിയാത്തവരായിരിക്കാം, പക്ഷെ അവരോടൊക്കെ നന്ദി പറയുന്നു. അവരൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എന്നെ ഇവിടേക്ക് വിളിച്ച ഈ കോഡെക്സ് മീഡിയയോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇതും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു അനുഭവമാണ് എൻ്റെ. അല്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ആണെന്നാണ് തോന്നുന്നത്. അപ്പം എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. വീണ്ടും കാണട്ടെ. വലിയ ആക്ടർ വീണ്ടും സന്ധിക്കും വരെ ഇവിടെ വിട്ട് ഗുഡ് ബൈ. ഓക്കെ.